ബാക്ക് ടു മൈ ചാനൽ ഹെൽബോയ് ഗെയിമാണ്. അപ്പം കുറച്ച് നാളായി ഗൈസ്. അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വേറൊരു ഗെയിമായിട്ടല്ല, നമ്മൾ വന്നിരിക്കുന്നത് ദ ബേബി ഇൻ യെല്ലോ അതിൻ്റെയാണ്. നമ്മൾ ഞാൻ വിചാരിച്ചൊരു ഗെയിം ഇടണം. കുറച്ച് നാളായി, ഞാൻ ഇപ്പോൾ 10ലാണ് ഗൈസ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഗെയിം കളിക്കാം, ബേബി ഇൻ യെല്ലോ കളിക്കാം ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈം കളിക്കുന്നത് കേട്ടോ. യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഫസ്റ്റ് ടൈം. ഓ, ഇതാണല്ലേ ആ പിശാച് വരച്ച ചെറുക്കൻ. എന്താ നിന്നെ നോക്കി പിടിപ്പിക്കും. നീ 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 വെറും ഉടായ്പാന്ന് എനിക്കറിയാം. ഇത് നമ്മൾ എടുക്കും, എന്നിട്ട് ഇങ്ങനെ എടുത്ത് പോയി. എന്ത് നീ ഷോ ഒന്നും കാണിക്കണ്ട, നീ ഞാൻ എടുത്തെറിയും. ഇപ്പം പറയുന്നത് എന്ത്, ഫീഡ് ദ ബേബി. എന്തിനാ കേസ് നമ്മളിതിനെ ഫീഡ് ചെയ്യുന്നത്? ഒരാവശ്യവും ഇല്ല. വലിയ കളിച്ച് പരിചയമില്ലെങ്കിൽ ഞാൻ വീഡിയോ കണ്ടത് വെച്ച് ഓക്കെ. ചിക്കന് കുറച്ച് പിസയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഗൈസ്. എന്നിട്ട് ഈ വൃത്തികെട്ടവർക്ക് ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ കാണിക്കുന്നതാണ് ഗൈസ് കാണാൻ. കണ്ടോ ഗൈസ്, ഇവ വെറും ഇതിനെയൊക്കെ നമ്മൾ എടുത്തെറിയുകയുണ്ട്. എന്നിട്ട് ചെയ്യുന്നതൊക്കെ വേണം ഗൈസ് കാണാൻ. അതിനെ ഇവിടെ ഇരുത്തി അതിനെ കാണുന്നില്ല. എൻ്റെ പിശാച് ചേർക്ക അവിടെ നിൽക്കേ. ടേക്ക് ദ ബേബി ടു ദ ബെഡ്. നേരെ ബെഡിലോട്ട് കൊണ്ടുപോകാം. നിങ്ങളെൻ്റെ വീഡിയോ കാണാൻ സബ് ചെയ്യുക ഗൈസ് കേട്ടോ. കുറേ പേര് സബ് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം എല്ലാവരും സബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക, എനിക്ക് പ്രചോദനത്തിന്. ഇതും കൊണ്ടല്ലേ ഒക്കെ ചെറുക്കന് വേണ്ടേ. ഗൈസ്, അപ്പം നിങ്ങൾ കുറച്ച് നേരം കഥയൊക്കെ കേൾക്കുക കേട്ടോ. ഗൈസ്, എന്തായാലും പിശാച് ചേർക്കാൻ എന്തായാലും ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം നേരെ നമുക്ക് കുറച്ച് നേരം TV കാണാം. ഈ പിശാച് ചെറുക്കനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. നമ്മളെന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്കറിയത്തില്ല. ഇദ്ദേഹം ഫസ്റ്റ് ടൈം കളിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊക്കെ തുറക്കുന്നു. ചെറുക്കനെത്തി. ഇവിടെ ഇറക്ക പിശാചി ചേർക്ക, എന്നെ പേടിപ്പിക്കാതെ വാടാ. ഗൈസ്, ഒന്നാമത് എനിക്ക് ഹൊറർ ഗെയിമൊക്കെ അത്യാവശ്യം പേടിയുള്ളവളെ. എടാ ചെറുക്ക, നീ എങ്ങനെയാടാ ഇവിടെ വന്നേ? എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ പോയി കിടന്നുറങ്ങടേ. എന്തിനാടാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? നിനക്ക് വേറെ ഒരു പണിയില്ലല്ലോ, നിഷ്കളങ്കത. കറക്റ്റ് പൊസിഷനിൽ കിടത്താനാണോ ഈ ചെറുക്കൻ? ഇനി എന്തുവാ ഇത് വേണോ? ശരിടാ, എന്തായിരിക്കും വേണ്ടല്ലേ. ചില്ലിങ് ടൈം, ചില്ലിങ് ടൈം. കുറച്ച് നേരം TV കാണാം ഗൈസ്. ഇനി ആ പിശാച് ചേർക്കൻ വീണ്ടും തുടങ്ങും ഗൈസ്. മഞ്ഞയിൽ കുഞ്ഞിൻ്റെ കുഞ്ഞ് ഗൈസ്. നമ്മളൊന്ന് ഉറങ്ങുന്ന ഗൈസ്.
അപ്പോൾ അത് നൈറ്റ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ സെക്കൻഡ് നൈറ്റിലേക്കാണ് വന്നത്. ഇനി സെക്കൻഡ് നൈറ്റ് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാണാം ഗൈസ്. ഫീഡ് ദ ബേബി. ഇനി ബേബി എന്ത് ഗൈസ്? ഓ ഇവിടെ ടി വി ആണ്. നീ ഗൈസ് എന്ത് ചെയ്യാനാന്ന് പറ. നമ്മൾ ഓർക്കാപ്പുറത്ത് ഇവിടെ നിന്ന് പെട്ടുപോയ ഒരാളാണെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് പാൽക്കുപ്പി എന്ത് ഗൈസ്? ഈശ്വര നീ പാൽക്കുപ്പി തെങ്ങാടേ ഇവിടെ പേങ്ങൂര് ഇറക്കാം. നിനക്കാടാ വാഴ ഞാൻ കൊണ്ടുവന്നേ. ലോക്കടാ ഫൈൻ ദ ബോട്ടിൽ. ഈ പേട്ട് വെച്ച് ഇറക്കനെ കൊണ്ട് എന്താ ശല്യം ഗൈസ്. നമ്മൾ അവനെല്ലാം ചെയ്ത് കിട്ടുകയും ചെയ്യണം. അവൻ ഓരോന്ന് കാണിക്കുകയും. എൻ്റെ പൊന്നു ഇനി നീ വല്ല കൊണച്ച് പിടിച്ച കൊണത്തരം കാണിച്ചാലേ ഇനി ആ ഡസ്റ്റ്ബിന്നകത്തിട്ട് ഞാൻ കൊല്ലും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ വാഴയൊക്കെ എന്ത് ചെയ്യാൻ ഞാൻ ഗൈസ് ഞക്കിക്ക് ജീവൻ വെച്ചു. ഇവിടെ ഞഗ്ഗി വാഴ നീ ഇപ്പം തോണ ഈ കള്ളവാഴ ഞാൻ വല്ലതും ചെയ്യും ഗൈസ്. അതുകൊണ്ട് വന്നു ഈ സ്നഗ്ഗി വാഴ ഗൈസ്. നിങ്ങളുടെ അവിടുത്തെ പാമ്പേഴ്സ് ഇതുപോലെ പറക്കുമോ? ഹഗീസോ വല്ലതും പറക്കുന്നുണ്ടോ ഗൈസ്? എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചു. നിങ്ങളൊരു അപകടകാരിയായ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഈ വാഴ എന്ന് എവിടെങ്കിലും ചെന്ന് മുട്ടും ഗൈസ്. അടിപൊളി. എനിക്ക് സന്തോഷമായി. നിനക്ക് അങ്ങനെ തന്നെയാണ്. ശരി ഇനി ക്യാഷ് ബേബി ഒന്നും വരല്ലേ. ഈ പേട്ടടിച്ച സാധനത്തിന് ഇനി ഞാൻ ബെഡിൽ കൊണ്ട് കിടത്തണം. ഗൈസ് എൻ്റെ കയ്യിലിരുന്ന സാധനം ഇല്ലേ? നീ എവിടെ ഈ തെറിച്ചു പോന്നേ? വാഴ ഗൈസ് ഈ വാഴയെ കൊണ്ട് വലിയ കഷ്ടമെന്ന് വെച്ചാൽ വന്നിതാ. ഇനി ഇവൻ ഈ ഓരോ പ്രാവശ്യം ഓരോ കഥയാണ് കൊള്ളാം. നിനക്ക് എന്താ അവിടെ പോയിട്ട് പിടിച്ച് ഇറക്കാം? അവനെ സ്റ്റോറി ബുക്ക് എടുത്ത് എറിഞ്ഞ്. നിനക്ക് ഇവനെയാണോ വേണ്ടത്? എന്നാ പൂച്ചക്കുഞ്ഞ് അതും വേണ്ടേ? എന്നാ ആട്ടും കുഞ്ഞ് അതും വേണ്ടേ? അപ്പൊ ഇതായിരിക്കാം. ഓ കിണി കണ്ടോ? കണ്ടിന്യൂ റീഡിങ്. ശിവനെപ്പോൾ ഉള്ളവരുടെ വീട്ടിൽ നിങ്ങൾ ഒരിക്കലും ചെന്ന് പേടല്ലേ. എനിക്കൊന്നും ഇത് ഇവൻ്റെ കഥയാണ് തോന്നുന്നു. വാഴ അയ്യോ ഉറങ്ങുന്ന ഉറക്കം കണ്ടു വയസ്സ്. എനിക്ക് കാണുമ്പോഴേ കലിയേറി വരുന്നുണ്ട് ഇവന്. കള്ള വാഴ നമ്മളെ ശല്യം ചെയ്ത് നമ്മളെ കൊല്ലാൻ നോക്കുന്ന വാഴ. ഗൈസ് എന്തായാലും നമുക്ക് ഇനി കുറച്ച് ടി വി ആണ് ഗൈസ്. ടോസ്റ്റ് ആണ് ഗൈസ്. അത് ലോൺ സ്റ്റേബിളോ ഇവിടാണോ? അപ്പം നമുക്ക് ടി വി കാണാൻ സമയമായെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് ടി വി കാണാം ഗൈസ്. അപ്പം മിക്കവാറും പേട്ട് പിടിച്ച് ഇറക്കാൻ എനിക്കില്ല.
അപ്പം നമ്മുടെ 2 നൈറ്റ് ഒരു കുഴപ്പവും ഇല്ലാതെ പോയിട്ടുണ്ട് ഗൈസ്. ഇനി മൂന്നാമത്തേത് എന്ത് സംഭവിക്കാമെന്ന് നോക്കാം. അപ്പം നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവില്ല എന്ന് നോക്കാം. അപ്പോൾ ഗൈസ് മൂന്നാമത്തെ നൈറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ആരെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ ജസ്റ്റ് ആരെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ ഇടുന്ന വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരുന്നത്. ബൈ.